വെറുതെ മണ്ടത്തരം പറയാടാ. കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും കുഞ്ഞിനെ ദത്തെടുക്കുവോ? അല്ലേ ഇങ്ങനെ സത്യമായിട്ടും ഇല്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? ദത്തെടുക്കണം, അപ്പപ്പ് കഴുകി വൃത്തിയാക്കണം, ദിവസവും ജോൺസൺസ് ബേബി പൗഡർ ഇട്ട് നാപ്കിൻ മാറ്റണം എന്നൊക്കെ ആണെങ്കിൽ ദാ എന്റെ വയറ്റിലൊന്നും കിടക്കണില്ലേ, അതിനെടുത്തോ. അല്ലാതെ ഏതോ ക്യാമ്പിൽ കിടക്കണ കറുത്തിരണ്ട അനാഥയെ ആര് പ്രസവിച്ചിട്ടാണോ രോഗിയാണോ ആർക്കറിയാം. അതൊന്നും ഒരു ചെക്ക് ചെയ്യാതിരിക്കില്ല. നീ മിണ്ടായിരിക്കേ. ദാ നോക്ക്, ഇതൊക്കെ കഥ വായിക്കാനേ രസമുള്ളൂ. ഇങ്ങനെ പ്രാന്തമാരെ പോലെ അഡോപ്ഷൻ ടോപ്പിക് എടുത്തിട്ടാലുണ്ടല്ലോ ഞാൻ മദ്രാസിൽ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോകും. ശരി, ഇനി ടോപ്പിക് എടുക്കില്ല. ഒരു സൈൻ മാത്രം റെഡ് ക്രോസ് വന്നിട്ട് പോയിക്കോ. ഡാ നിനക്ക് എന്താടാ കിറുക്ക് പിടിച്ചോ? ഇത്രയും നേരം വായിട്ടലച്ചിട്ട് ഒന്നും മനസ്സിലായില്ലേ? ഞാൻ ചത്താലും ഒന്നും സമ്മതിക്കില്ല. ഒരു ദത്തെടുപ്പുകാരൻ. ചേച്ചി, കാലത്ത് പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ വരൂ ശ്രീദേവൻ, നല്ല സമയത്താണ് വന്നത്. സ്വാമിനാഥ, ആ കസേര ഇങ്ങോട്ടിട്ടെ. ഇത് ശ്രീദേവൻ, നമ്മുടെ പുറകിലത്തെ പോർഷനിലാണ് താമസിക്കുന്നത്. മെയിൻ റോഡിൽ ഒരു വലിയ ഫാക്ടറി പണിയുന്നില്ലേ, അതിൻ്റെ എഞ്ചിനീയറാ. അത് മാത്രമല്ല കഥയും എഴുതും. കൂട, ഗോപുരം, മനസ്സ് ഒക്കെ എഴുതിയ ഇദ്ദേഹമാണ്. ആ ഇവര് നമ്മുടെ മനസ്സിലായി. വീടിന്റെ താക്കോല് വാങ്ങാൻ വന്നതാ. മനസ്സിലായി. ആ എല്ലാവരും കഴിക്കേ, മടിക്കൊന്നും വേണ്ട, കഴിക്കേ. ആ കഴിക്കേ. ആ ഇതെവിടെ പോന്നു? ഇപ്പൊ വരും സാർ. ഓ ശരി ശരി സാർ, ഒരു മിനിറ്റ് സാർ. മാച്ച് ബോക്സ് ഉണ്ടോ? അകത്ത് തഹസീൽദാർ ഇരിക്കുകയല്ലേ, സ്മോക്ക് ചെയ്യാൻ പറ്റില്ല. തീപ്പെട്ടി ഇല്ല. ബുക്സ് വായിക്കാനൊന്നും സമയമില്ല. കേസ് ഡയറി വായിക്കാറുണ്ട്. നക്ഷത്രഫലമൊക്കെ. നിങ്ങളുടെ റീഡിംഗ് ടേസ്റ്റ് നന്നായിരിക്കുന്നു. താങ്ക് യു സാർ. സാർ സാർ, ഒരു മിനിറ്റ്. ഈ ഇന്നൊരാളെങ്ങനെയാ? അല്ല, പുറകിലല്ലേ താമസിക്കുന്നത്? കൂടുതൽ അറിയാലോ അല്ലേ? അടുത്ത ആരെങ്കിലുമായിട്ട് വല്ല അടുപ്പവും. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ? ധൻരാജ്. ധൻരാജ്, മര്യാദയ്ക്ക് പൊയ്ക്കോ. മര്യാദയ്ക്ക് സംസാരിക്കുക, മര്യാദയ്ക്ക് വീട്ടിൽ പോവാ. എനിക്ക് കഥ മാത്രമല്ല, അടിക്കാനും അറിയാം. എടാ കഴിഞ്ഞില്ലേ? കാപ്പി തണുത്തു. ഒരു മിനിറ്റ്, ഇപ്പൊ കഴിയും. ഡേയ് ഒന്ന് ചുമ്മാ വന്നല്ലോ പുതുമണവാട്ടി. വലിയ കാശുകാരനടാ പയ്യൻ. ഗ്രാനൈറ്റ് കല്ല് പതിച്ച് വീട് വെച്ച് കൊടുക്കുവത്രേ. സത്യം പറഞ്ഞ എനിക്ക് ശകലം പേടിയുണ്ടായിരുന്നു, എന്റെ അനിയനെ എങ്ങാനും നീ മയക്കിക്കളയോന്ന്. നിങ്ങളുടെ അനിയൻ അത്ര പെട്ടെന്ന് മയങ്ങുന്ന ആളൊന്നും അല്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. എപ്പോ? അപ്പോൾ ഒരു കഥ എഴുതാനുള്ള വകയായി. അല്ല, എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോന്നേ? വെള്ളത്തിൽ ചാടാം, അല്ലെങ്കിൽ പോയ്സൺ കഴിക്കാം. ചീപ്പ് ആൻഡ് ബെസ്റ്റ് തൂങ്ങിച്ചാകുന്ന ഒരു സാരിയും ഒരു ഫാനും. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഫാനിൽ തൂങ്ങല്ലേ, വളരെ പഴയ ഫാനാ.